താമരശ്ശേരി ജില്ലയിലെ മഞ്ഞക്കുന്ന ഇടവകയിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 20ഓളം വീടുകളാണ് പൂർണ്ണമായി തകർന്നു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഇടങ്ങളിലായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യമേ മഞ്ഞശ്ശേരി എന്ന ഭാഗത്തുണ്ടായി, അതിനുശേഷം അടിച്ചിപ്പാറ, പിന്നെ ആനക്കുടി പറഞ്ഞ ഭാഗത്തുകളാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പം ഈ ഉരുൾപൊട്ടലിൽ കുറേയധികം പേരുടെ ധാരാളം വീടുകൾ പോയിട്ടുണ്ട്. അതുപോലെ കേടുപാട് നശിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ എല്ലാ വസ്തുക്കളും, പ്രത്യേകിച്ച് അവരെ സ്വത്തും പണവും സ്വർണവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വാഹനങ്ങൾ തന്നെ കുറേയധികം നഷ്ടപ്പെട്ട കുറേ ആൾക്കാർ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വായാട് സ്ഥലത്താണെങ്കിലും അവിടെ ജനങ്ങൾ തമ്മിൽ, മഞ്ഞക്കുന്ന് വായയുടെ ഭാഗത്തേക്ക് ആൾക്കാർ തമ്മിൽ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പം അവിടെ ആണെങ്കിലും ആ പാൽ നശിച്ചു പോയതുകൊണ്ട്, ആ പാലും ഈ ഉരുൾപൊട്ടൽ കടന്നു പോയതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ആ പാലം പോയി അവർക്ക് പരസ്പര കമ്മ്യൂണിക്കേഷന്, അതായത് ആരുമായിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ അങ്ങോട്ട് സാധനം എത്തിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആണെങ്കിലും ഇവിടെ റോഡ് ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടി വന്നുകൊണ്ട് 2 ഇടങ്ങളിലൊക്കെ ആയിട്ട് വലിയ കല്ലും മലകളും വലിയ കുഴിയും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ റോഡുകളൊക്കെ പുനഃസ്ഥാപിച്ച് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പം ഇത് വലിയൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നൊരു വേദനാജനകമായ കാര്യം തന്നെയാണ്. കാരണം ബാക്കി പ്രത്യേകിച്ച് വയനാട് വലിയ സംഭവം, വലിയൊരു ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മുടെ ഈ ഏരിയയിലേക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ പ്രത്യേകിച്ച് എത്തിയിട്ടില്ല. അപ്പം എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ എല്ലാ കാര്യം പ്രത്യേകിച്ച് പുനരധിവാസമൊക്കെ നടത്തുവാൻ പ്രത്യേകം സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരുടെയും സഹായങ്ങൾ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.